ഹലോ ഗൈസ്, ഇപ്പം ഞാനിന്ന് ഊബറും ഡോർഡാഷൊക്കെ ഓടാൻ ഓർത്തിറങ്ങിയതാണ്. ഇപ്പം 6:30 ഇന്ന് ഒരു 3-4 മണിക്കൂർ ഓടിയാൽ എന്തോ കിട്ടും എന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഊബർ ഓണാക്കി ഇട്ടിട്ടുണ്ട്. ഊബർ ഈറ്റ്സ് ആണ്. പിന്നെ ഡോർഡാഷും ഓണാക്കി ഇട്ടു. സോ അതാകുമ്പം 2 ഓപ്പൺ ആക്കി ഇടുവാണെങ്കിൽ ബെറ്റർ ഓഫർ വരുമ്പോൾ അത് നമുക്ക് എടുക്കാം. ഇപ്പം ഞാൻ പെട്രോൾ അടിക്കാൻ വന്നതാണ്. സോ ഇതിൻ്റെ അടുത്തൊന്നും പ്രത്യേകിച്ച് നല്ല സ്പോട്ടുകളൊന്നും ഇല്ല. സ്റ്റിൽ ഓണാക്കി കിടക്കട്ടെ, നമുക്ക് നോക്കാം. ഇപ്പോൾ ട്രക്ക് വരുന്നുണ്ട് ഇത് വഴി. ഇത് കുറച്ച് ഉള്ളേരിയയാണ്. ബാക്കിയുള്ളിടത്തൊക്കെ 169, 175 ഒക്കെ പെട്രോളിന് പ്രൈസ് ഉള്ളപ്പോൾ ഇവിടെ 145, സെൻറ്റെക്സിൽ 145. അപ്പുറത്തൊരു KNK എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അവിടെ 135 ഉള്ളൂ. ഇവരോട് ചോദിച്ചപ്പം ഇവർ പറഞ്ഞത് ഇവർ സെയിം ലൈക്ക് നമ്മുടെ ഇവിടെ ഷെൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, അത്യാവശ്യം നല്ല ഫ്യൂല് കിട്ടുന്ന സ്ഥലമാണ്. അപ്പം അവരുടെ സെയിം ആൾക്കാരാണ് ഇവർക്കും ഫ്യൂല് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. സോ വെറുതെ നമ്മളെന്തിനാ ഇപ്പം വീട്ടിൽ നിന്നൊരു 10-15 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്, 15 അല്ല 20 മിനിറ്റാണ്, 20 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ 20 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് ഇവിടെ വന്നാൽ ഒരു ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ ഒരു $15, $70 അടുത്ത് വ്യത്യാസമുണ്ട്. സോ ഞാനെന്ത് വിചാരിച്ചു, ഓക്കെ ഇത്രയും വ്യത്യാസം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ അടിച്ചുകൂടാന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിന്ന് അടിക്കും. പിന്നെ കൂടുതൽ ഞാൻ അടിക്കുന്നത് ഇതുവഴി ലൈക്ക് ഡോർഡാഷോ ഊബറോ എന്തെങ്കിലും ഡെലിവറി ഈ ഭാഗത്ത് കിട്ടുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന് അങ്ങ് അടിക്കും. അതല്ലേ നല്ലത്. ഏതായാലും ഇവിടെ മഴ വരുന്നുണ്ട്. സോ ആ വണ്ടി ഓടിക്കുന്ന 15 മിനിറ്റും ലാഭം. എന്തെല്ലാം കാണാവോ. കുട്ടു ഇത് ഓൾവേസ് സ്റ്റോപ്പാണ്. ഇവിടെ ഇപ്പം വരുന്ന വണ്ടികളെല്ലാവരും നിർത്തിയിട്ട് ആദ്യം വരുന്ന ആരാണോ അവർക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാം. ഓക്കെ, നമ്മളിങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ എൻ്റെ വണ്ടിയിലും ഊബർ എടുത്തിട്ടിട്ടുണ്ട്. സോ കാർ പ്ലേ ഉള്ളത് കൊണ്ട് ഡയറക്റ്റ് ഇത് കണക്ട് ചെയ്തിടാം. നമുക്ക് എന്താ പറയുക, ഈ പാലം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് പോകാൻ ഏതൊരു ലൊക്കേഷനിലേക്കുള്ള മാപ്പ് ഇടാം. ഇതൊരു നല്ല അടിപൊളി പാലം കേട്ടോ. ഒന്നങ്ങോട്ടോ നിങ്ങോട്ടോ പോയാൽ വണ്ടി ഒരേയും കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ള ഇടം കണ്ട. ഫ്രണ്ടിൽ പോകുന്ന വണ്ടി കണ്ട, അപ്പം ഇങ്ങോട്ടോ അങ്ങോട്ടോ പോയാൽ വണ്ടി ഒരയ്ക്കും. നമുക്ക് ഭ്രാന്തന്മാർ വഴി ലാഭിച്ചാന്ന് തോന്നുന്നു. നമുക്ക് ഈ സൈഡ് ഒതുക്കിയിട്ട് പോകാനുള്ള ലൊക്കേഷൻ മാപ്പിലിടാം. ഇപ്പം ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയാ, വില്യം റോഡ്, ഓക്കെ, മെമ്മോറിയൽ അവന്യൂ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇതിൻ്റെ സെൻറ്ററായിട്ട് വരും ഈ തണ്ടർബേഡ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അതാകുമ്പോൾ ലൈക്ക് അവിടെ നിന്ന് ഓർഡർ കിട്ടുമ്പോൾ ഏത് ഭാഗത്തേക്കാണേലും ശരി അമ്മച്ചി. അപ്പം അമ്മച്ചി പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. സൈഡ് നോക്കുക, വണ്ടി എടുത്തുകൊണ്ട് പോവുക. നോക്കാം, അടിവെല്ലാം വരുമെങ്കിൽ നമുക്ക് എടുക്കാം. ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ്. ചൊവ്വാഴ്ച യൂഷ്വലി ഭയങ്കര തിരക്ക് കുറവുള്ള ദിവസമാണ്. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടും വീട്ടിൽ ബോറടിച്ചിരിക്കുന്നതുകൊണ്ടും ഒന്ന് ചിലക്കാണ്ടിരുന്നുള്ള പറയാൻ സമ്മതിക്കൂല്ലേ. ഇനി എന്താ പറഞ്ഞാൽ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടും വീട്ടിൽ മടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുന്നതാണ്. പിന്നെ ഇവിടെ ആപ്പിൾ മാപ്പും ഗൂഗിൾ മാപ്പും രണ്ടും കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടും ഇവിടുത്തെ കിളിവായ ഐറ്റങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മളൊരു ഊഹം വെച്ചങ്ങ് ഓടിച്ച് പൊക്കോളുക. നാട്ടിലെ പോലെ തന്നെ ഇവിടെ ഇതുങ്ങൾക്ക് കിളിയൊന്നുമില്ല. ചിലപ്പോൾ നമ്മളെ വേറെ കോണത്തിലൊക്കെ കൊണ്ട് എത്തിച്ചെന്നിരിക്കും. ഇതിപ്പം തണ്ടർബേഡ് വേറെ ഏതോ ഒരു മുക്കിലാണ് ഞാൻ വന്നേക്കണത്. ലൈക്ക് കുറച്ച് മൊത്തത്തിൽ റൂറൽ ഏരിയ എന്നാണ് പറയണത്. എൻ്റെ എന്താ പറയുന്നത്, ഇപ്പോഴേ ഒരു സ്ഥലം. അപ്പം നിങ്ങൾ
റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ എന്തൊക്കെയോ ഒരു പഴഞ്ചൻ ബിൽഡിങ്ങുകൾ കാണാം. കുറേ റെയിൽവേയുടെയോ അതിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു. കാണാവോ? കാണത്തില്ലായിരിക്കും. ക്യാമറ ഞാൻ ലൈക്ക് എൻ്റെ ഹാറ്റിൽ മൗണ്ട് ചെയ്ത് വെച്ചത്, അതുകൊണ്ട് നിങ്ങളുടെ വ്യൂ എങ്ങനെയാണെന്ന് എനിക്ക് ഒരു പിടുത്തമൊന്നുമില്ല. സ്റ്റിൽ ജസ്റ്റ് രസത്തിന് വേണ്ടി ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. 30 കിലോമീറ്റർ പോകാൻ പാടുള്ളൂ എന്നൊക്കെയാണ് അവർ പറയണത്. വീണ്ടും സ്റ്റോപ്പ് സൈൻ. എനിക്ക് ഈ നാട്ടിലെ സ്റ്റോപ്പ് സൈൻ ഒരു തൊള്ളി ഇഷ്ടമില്ല. ഇവിടെ നിർത്തി നമ്മൾ മടുക്കും. ഈ നിർത്തിയെടുത്താണല്ലോ കോപ്പ് വണ്ടിക്ക് മൈലേജും കിട്ടുമല്ലോ. എനിക്ക് എൻ്റെ ഓടിയിൽ ഇതൊരു ആവറേജ് ഒരു 10 കിലോമീറ്റർ ആണ് കിട്ടുക ഒരു ലിറ്ററിന്. 10 കിലോമീറ്റർ അല്ലെങ്കിൽ 100 എന്താ പറയുക 10 ലിറ്റർ പെർ 100 കിലോമീറ്ററോ തന്നെ. ഇപ്പോൾ ഇതേ കാണിക്കുന്നത് തന്നെ 9.9 ലിറ്റർ പെർ 100 കിലോമീറ്ററിന്. അതും ഞാൻ ഈ മാന്യമായിട്ട് ഓടിച്ചിട്ടോ. ജസ്റ്റ് ഒന്ന് സ്പോർട്സ് മോഡിലിട്ട് കാലുകുത്ത് ഓടിച്ചാൽ അതവിടെ 12, 13, 14 എന്ന് പറഞ്ഞു പോകും. അതായത് ഒരു 7 കിലോമീറ്ററൊക്കെ മൈലേജ് ചവിട്ടി കൊടുത്താൽ കിട്ടുള്ളൂ. പിന്നെ വേണ്ട, മര്യാദയ്ക്ക് പോയാൽ മതി എന്നുണ്ടെങ്കിൽ ഒരു 9-10 ലിറ്റർ വേണമായിരിക്കും 100 കിലോമീറ്റർ ഓടാൻ. കുഴപ്പമില്ല, നല്ല മൈലേജാണ്. പിന്നെ ഹൈവേയിലൊക്കെ ഞാൻ പോയി നോക്കിയിട്ടുള്ളപ്പം എന്താ പറയുക, ലൈക്ക് ഹൈവേ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് നോക്കിയിട്ട് കാര്യമില്ല. സ്റ്റിൽ ഞാൻ ഹൈവേ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ റീസെറ്റ് ചെയ്ത് നോക്കുമ്പം നല്ല സ്ട്രെയിറ്റ് റോഡ് ഒരു 90-100 ക്രൂസ് കൺട്രോളിൽ ആക്ടിവേറ്റ് ചെയ്ത് പോകുമ്പം ഒരു 5 ലിറ്റർ എന്നൊക്കെ അവർ കാണിക്കാറുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ അവിടുന്ന് ഹൈവേ എന്നൊരു സിറ്റിയിലേക്ക് ഇറങ്ങി ഒന്ന് കാല് കൊടുക്കുമ്പോഴത്തേനും അത് വീണ്ടും ഒരു ആവറേജ് വരുമ്പോൾ 9, 8, 10 ആ ഒരു റേഞ്ചിലേക്ക് ഒരു 10. ഒരു ആവറേജ് നമ്മൾ മൈലേജ് പറയുകയാണെങ്കിൽ ഒരു 10 നോക്കി വെച്ചാൽ മതി. 10 ആണ് ഇപ്പം കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ വണ്ടി ടൊയോട്ട RAV4 ആണ്, 2500 cc. അപ്പം ഓടിത്തീരണ്ടേ. 2500 cc-ക്ക് 10 കിലോമീറ്റർ എന്ന് പറയുമ്പം വലിയ കുഴപ്പമില്ല. പിന്നെന്താ, നമ്മുടെ ഓടിയിലും ഇപ്പം പറയുകയാണേ 50 കിലോമീറ്ററിലേക്ക് ക്രൂസ് അടിച്ച് പോവുകയാണെങ്കിൽ ഈ തള്ള സമ്മതിക്കില്ല. എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും കിടന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകുമെന്ന് പറയും. വല്ല ആവശ്യമുള്ളപ്പോൾ ആണ്ടൊക്കെ കോപ്പ് തള്ളൊന്നും പറയുകയില്ല. ചില സമയം നമ്മൾ ആ എടുക്കേണ്ട ടേണും കഴിഞ്ഞിട്ടായിരിക്കും പറയണേ ലെഫ്റ്റ് അടിക്കണം, ലൈറ്റ് എടുക്കണം എന്നൊക്കെ. ഇവരെ പിടിച്ച് മോന്തയ്ക്ക് പിടിച്ച് ഒരയ്ക്കാൻ തോന്നും. എന്ത് ചെയ്യാനാ? പക്ഷെ ഇവരില്ലാണ്ട് നമുക്ക് പോകാനും പറ്റില്ലല്ലോ. ഇത് ഉപയോഗിച്ച് ഒരു വഴി പോലും കാണാപ്പാടം അറിയത്തില്ലാത്ത അവസ്ഥയായി നമുക്ക്. ഈ വരുന്നതാണ് പോലീസ്. ഓ ശരി, ഒരു സ്ലൈറ്റ് ആയിട്ട് റൈറ്റ് ആണ് എടുക്കാൻ അമ്മച്ചി പറഞ്ഞു, ഞാൻ എടുത്ത്. ഈ കാണുന്നതാണ് ഈൽഡ് സൈൻ. ഒരു ഓട്ടം വന്നിട്ടുണ്ട്. അത് വന്നേക്കുന്നത് സൂപ്പർ സ്റ്റോറിൽ നിന്ന് 13 കിലോമീറ്റർ, $13. ഓക്കെ, എടുത്ത് നോക്കാം. ഇത് ഡോർ ഡാഷിൻ്റെ ഓർഡറാണ്. സൂപ്പർ സ്റ്റോർ എന്ന് പറയുന്നൊരു സ്റ്റോറുണ്ട്. എന്താ ഗ്രോസറി സ്റ്റോറാ. അവിടുന്ന് ഒരോട്ടാണ് വന്നേക്കണം. നമുക്ക് ഗ്രോസറി സ്റ്റോർ വരെ പോയി നോക്കാം. അവിടെ ഞാൻ യൂഷ്വലി എടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ലാഗാണ്. ഒരു ഓർഡർ കിട്ടണമെങ്കിൽ ഒരു 30 മിനിറ്റ്സ് 40 മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്യണം. പക്ഷേ നല്ല ലൈക്ക് എമൗണ്ട് കൂടിയ ഓർഡർ വന്നാൽ മാത്രമേ ഞാനങ്ങനെ അവിടുത്തെ പിക്ക് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഒരു $13 കിട്ടുന്ന ഒരു റൈഡാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്തത്. പോയി നോക്കാം. പോയി നോക്കിയിട്ട് എന്താ പറയുക, ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കടന്നിട്ട് ക്യാൻസൽ ചെയ്യും. ഞാൻ ഏതായാലും ആ വഴിയാണ് പോകുന്നത്, മനസ്സിലായോ? പോകുന്ന വഴി കിട്ടിയതങ്ങായതുകൊണ്ട് എടുത്തതാണ്. ഇനിയിപ്പോൾ അത് കൊള്ളത്തില്ലാത്തതാണെങ്കിൽ ഓക്കെ, വേണ്ട, കളഞ്ഞേക്കാം. ഏതായാലും ആ വഴിയല്ലേ പോകണമെന്ന് ഓർത്തങ്ങ് എടുത്ത്.
ഇപ്പം ഇന്ന് രാവിലെ ഓടിയപ്പോഴാണെങ്കിലും എനിക്ക് ഒരു ഓർഡർ വന്നിട്ട് ഞാനൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് തേങ്ങ. എന്നിട്ട് നോക്കിയപ്പോഴും ഒരു 5-6 വണ്ടിക്കാരുണ്ട് കിടപ്പ്, എനിക്ക് മുമ്പ് വന്നവർ സ്റ്റില്ല് സാധനം കിട്ടാണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി കിടന്നിട്ടൊന്നും കാര്യമില്ല, ഇന്ന് കിട്ടില്ല. അവിടെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ എംപ്ലോയീസ് കുറവാണ്. ഒരു എംപ്ലോയിനെ വെച്ചായിരിക്കും അവർ ഇത്രയും പേർക്ക് ഉണ്ടാക്കണേ. സോ അങ്ങനെയാണ് സ്ലോ ആവുന്നത് സാധനം. അവിടെ ലൈക്ക് പെട്ടെന്ന് കിട്ടുകയും കൂടെ ഇപ്പം ആ വഴിയും പോയേനെ ഞാൻ. ഇങ്ങനെയൊക്കെ മണ്ടത്തരങ്ങൾ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി വേണം വണ്ടി പിടിക്കാൻ. ഇപ്പം മാപ്പ് നോക്കി എനിക്ക് പെട്ടെന്ന്, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആപ്പിൾ മാപ്പിൽ ആദ്യത്തെ അഡ്രസ്സും ഗൂഗിൾ മാപ്പിൽ ഇപ്പോൾ ഈ ഓർഡർ എടുക്കേണ്ട കടയുടെ അഡ്രസ്സും ഇട്ടേക്കണേ. സോ ഒരു ലെഫ്റ്റും റൈറ്റും വരുമ്പോഴത്തേനും 2 മാപ്പും കൂടെ എന്നോട്, ഒരാൾ എന്നോട് ലെഫ്റ്റ് പോകാൻ പറയും, ഒരാൾ റൈറ്റ് പോകാൻ പറയും. അപ്പോൾ അതാണ് ഇപ്പം ഞാൻ നേരെ മേലോട്ട് പോകാൻ നോക്കിയത്. കൺഫ്യൂസ്ഡ് ആവും സ്റ്റിൽ. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പഠിക്കണേ. പോയി നോക്കാം. ഇവിടുന്ന് ഒരു 2.6 കിലോമീറ്റർ 3 മിനിറ്റ് എടുക്കുമെന്നാണ് പറഞ്ഞേക്കണേ. ഇപ്പം ഞാൻ വണ്ടി ക്രൂസ് കൺട്രോളിലിട്ട് ഒരു 63 കിലോമീറ്റർ. ഇത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളോ അങ്ങനത്തെ സാധനമാണ്. ലൈക്ക് അതായത് ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ സ്പീഡ് അഡാപ്റ്റ് ചെയ്ത് പൊക്കോളും. പിന്നെ ഇതിനുള്ളത് ലൈൻ കൺട്രോൾ ഉണ്ട്, ലൈക്ക് ലൈൻ അസിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ കണ്ട ഇങ്ങോട്ട് തന്നെ വണ്ടി തിരിയും. ലൈൻസ് ഡിറ്റക്ട് ചെയ്ത് കണ്ട തന്നെ വണ്ടി ലെഫ്റ്റും റൈറ്റിലേക്ക് ലൈനിൻ്റെ വെളിയിൽ പോകാണ്ട് നോക്കിക്കോളും. അപ്പം കാണിച്ചു തരാം. പക്ഷെ കുറേ കഴിയുമ്പോൾ നമ്മൾ കൈ എടുത്ത് വെച്ചില്ല, ഇത് കിടന്ന് കാറാൻ തുടങ്ങും. ഗതി കെട്ടിട്ട് നമ്മൾ തന്നെ മേടിക്കും. പക്ഷേ അതൊരു ഞാൻ നോക്കിയിട്ട് 100+ പോകുമ്പം ഇത് വലിയ ഗുണമൊന്നുമില്ല. ചെറിയ ചെറിയ ടേൺസൊക്കെ ഇത് നോക്കിക്കോളൂ എന്നുള്ളൂ. അല്ലാണ്ട് വലിയ വലിയ ടേൺസ് ഒറ്റയ്ക്ക് ഓടിക്കാൻ മാത്രമൊന്നും ആയിട്ടില്ല. അതിനൊക്കെ വല്ലതും ടെസ്ല മേടിക്കണം. ഏതായാലും നമ്മുടെ കടയും എത്തിയിട്ടുണ്ട്. ഇതോ കാണുന്നതാണ് റിയൽ കനേഡിയൻ സൂപ്പർ സ്റ്റോർ. അതിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ബാക്കിലാണ് നമുക്ക് പോകേണ്ടത്. ഇതിൻ്റെ ബാക്കിലാണ്. കടയുടെ ബാക്കിൽ വേണം നമുക്ക് ചെല്ലാൻ. ഞാനിങ്ങനെ ആരും ഇത് കണ്ട് പേടിക്കേണ്ട, ഷോർട്ട് കട്ട് എടുത്തതാണ്. ഇത് മുമ്പത്തേലും കഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 1, 2, 3, 4, 5, 6 വണ്ടി വെയിറ്റിംഗ് ലിസ്റ്റ് കിടപ്പുണ്ട്. ഞാൻ ഇനി 7ാമത്തേതായിരിക്കും. ഒടുക്കത്തെ ലാഗായിരിക്കും. ഏതായാലും വന്നതല്ല, കിടന്നു നോക്കാം അല്ലേ. ഇപ്പം എന്താ പറയാ, നമ്പർ 6. ഇപ്പം നമ്മൾ സ്റ്റോറിലെത്തിക്കഴിഞ്ഞു. അതായത് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. സ്റ്റോറിലെത്തിയിട്ട് നമ്മൾ അറൈവ്ഡ്, ഡോർ ഡാഷിൻ്റെ ആപ്പിൽ അറൈവ്ഡ് അറ്റ് സ്റ്റോർ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവരെ വിളിക്കണം. അതിനുള്ള നമ്പർ 807-624-2170. നമ്പർ 1 എന്നിട്ടിരിക്കണം. ഞാൻ ചലിക്കാൻ തുടങ്ങും. ഒരു ഫോൺ എടുക്കുമ്പോൾ നമ്മൾ ഈ ഓർഡർ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കണം. എമിലി
Hey, I got a DoorDash pickup. Emily M. Order number 091. What's the name on the order? Emily, EMILY. Order number 0914. 0914. Okay, what parking spot number are you in? I'm on number 6. Number 6? Yep. Okay, I have a big lineup, so I'll try and get you out as soon as I can, okay? Okay. Do you know almost how much time it will take? 20 minutes or so? Okay. Okay. Maybe less? Okay. Thank you. Okay, thank you. സോ ഇപ്പോൾ ആ പെണ്ണുമ്പിള്ള പറഞ്ഞത് 20 മിനിറ്റാണ് വന്നത്. കോപ്പാണ്. അവരൊരു 40 മിനിറ്റ് പോലും എങ്കിലും മിനിമം എടുക്കുന്നിട്ട് നമുക്ക് കൊണ്ട് സാധനം തരുള്ളൂ. നോക്കട്ടെ ഞാൻ ഒന്നും കൂടെ. ഇവിടെ പോവുക. ഡെലിവറി ചെയ്യേണ്ട സ്ഥലം 203 മാപ്പ് എടുക്കുക. 203 സി കുട്ടി എന്താ തേങ്ങയിട്ടാണ് അതേ തന്നെ. എട്ട് കിലോമീറ്ററേ ഉള്ളൂ. എത്ര രൂപയായിരുന്നു എനിക്ക് കിട്ടുക? എന്തെങ്കിലും ആട്ടെ, ഈ ഓർഡർ നമുക്ക് എടുത്ത് നോക്കാം. അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഓർഡർ വന്നു ഗൈസ്. ഓൾമോസ്റ്റ് ഒരു 30-40 മിനിറ്റ്സ് എടുത്തു. Apparently when you first came, someone put number 7. No idea, they would have misheard me. Been waiting like so long. You should have just called when you saw other orders coming out before you Okay, like or at least ask one of us. okay. Oh, usually it takes time, so I thought that it's like normal. Usually it If takes you like arrive and someone else pulls in after you and they get their order before you, okay. call back and ask why are they getting their order. Okay, so usually it comes out in the order, right? It's like first come first serve. Yeah. Okay, got It it. can't get mixed up because every time we put the pick summaries on the desk, all goes in order. Okay, got So it. it can never get mixed up. Okay, thank you. Have a good day. ആള് പറഞ്ഞ എന്താന്ന് വെച്ചാൽ അവിടെ ഏതോ ഫോൺ എടുത്ത പിശാശ് നമ്പർ 6 നമ്പർ 7 എന്നാണ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്പർ 7 ആണോ പറഞ്ഞത്? ആവോ, എന്താണേലും മേരാ സമയം പോയി ഗയ. പിന്നെ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നുകൊണ്ട് ഞാനും ശ്രദ്ധിച്ചില്ല. ഓക്കെ, എന്തൊക്കെയാണേലും നമുക്ക് പോവാം. എങ്ങോട്ടാണോ പോകണ്ടേ? ഗുഡു മാപ്പ് എടുത്ത് ഗോ. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് എത്രയും വേഗം ഈ ഓർഡർ കൊണ്ട് ചവിട്ടിയിട്ട് നോക്കാം. ഇന്നത്തെ ദിവസം എന്താണേലും പ്രത്യേകിച്ചൊന്നും ഇല്ല, ഒന്നും കിട്ടിയില്ല. നഷ്ടക്കളിയാണ്. നഷ്ടക്കളി എന്ന് പറഞ്ഞാൽ ടൈം. ഓൾമോസ്റ്റ് മോർ ദാൻ ഹാഫ് ആൻ അവർ ഞാൻ വെയിറ്റ് ചെയ്തു. ഡോർഡാഷിൻ്റെ കുഴപ്പമാണത്. ഊബർ ആണെങ്കിൽ നമ്മുടെ പേരും വണ്ടിയുടെ നമ്പറും അവർക്ക് കിട്ടുമെന്ന് തോന്നുന്നു. പക്ഷേ ഡോർഡാഷ് ജസ്റ്റ് നെയിം. ചില സമയം ഇതൊന്നുമല്ല വെയിറ്റ്. ചില സമയം ഓരോ ഓർഡറിന് 2 പേരൊക്കെ വരും. അപ്പം ആർക്കെങ്കിലും ഒരാൾക്കല്ലേ കിട്ടുള്ളൂ. ഞാനെപ്പോഴും ഓർഡർ രണ്ടാമത് വരുന്ന ആൾക്ക് കൊടുത്തേക്കും. അതാകുമ്പോൾ നമുക്ക് പകുതി പേ കിട്ടും. പകുതിയല്ല, $10 ഓർഡറാണെങ്കിൽ ചിലപ്പോൾ $6, $7 ഒക്കെ കിട്ടും. അതായത് വെറുതെ ഓട്ടോ എടുക്കാണ്ട് പകുതി പൈസ കിട്ടുന്നല്ല അതിൽ നല്ലത്. അവിടെ കൊണ്ടുപോയി കൊടുത്ത് $2 പെട്രോൾ അടിച്ച് കൊടുക്കുന്നതിലും ബെറ്റർ ഒന്നും കൊടുക്കാണ്ട് പകുതി പൈസ കിട്ടുന്നല്ലേ. ഞാൻ മോസ്റ്റ്ലി ചൂസ് ചെയ്യാറതാ. കിടക്കുന്ന വണ്ടികളല്ലേ. ഇവിടെ കുറേ ട്രക്കുകളുണ്ട്.
കുറച്ച് പൈസ ആയിട്ട് വേണം ഈ വണ്ടി മാറ്റിയിട്ടൊരു ട്രക്ക് എടുക്കാൻ. കാണാവോ? ഞാൻ ജസ്റ്റ് ഒന്ന് സ്പോർട്സ് മോഡിലേക്ക് ഇട്ടു. ഒരു രസം. ഞാൻ ചുമ്മാ ഇരിക്കുമ്പോൾ എടുക്കുന്ന സ്പോർട്സ് മോഡിലിട്ട് വണ്ടി എടുക്കും. ഒരു സുഖം. നോക്കാം. സ്പോർട്സ് മോഡിലിട്ട് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒരു സുഖമാണ്. പക്ഷേ പെട്രോൾ അടിച്ച് നമ്മൾ മുടിയുമെന്നുള്ളത് കൊണ്ട് ഞാൻ വല്ലപ്പോഴും ഒക്കെ ഒരു സുഖം കിട്ടാൻ വേണ്ടി മാത്രമേ ആ സാധനം ചെയ്യാറുള്ളൂ. കൊള്ളാം. അത്യാവശ്യം പവറുണ്ട്. ഓവറെന്ന് പറയാൻ പറ്റില്ല, ബട്ട് നോട്ട് ബാഡ്. 70 കിലോമീറ്റർ പോടാ. അണ്ണന്മാരൊക്കെ ഭയങ്കര സ്ലോയ. എന്താ ചെയ്യാ? 6 കിലോമീറ്റർ ഇപ്പം ഹൈവേ കയറി എന്ന് തോന്നുന്നു. ഹൈവേ ആയോ? മാക്സിമം 70 എങ്കിൽ നമുക്കൊരു 10 കിലോമീറ്റർ കൂടുതൽ വരെ പോയാലും ഒരു സീനില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ടിക്കറ്റ് കിട്ടാൻ നമുക്ക് ചാൻസ് ഉണ്ട്. കിട്ടിയ അടിപൊളിയായിരിക്കും. സോ അപ്പം ഡെലിവറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡെലിവറി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സോ ഞാൻ ആ ഡോറിൻ്റെ അവിടെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വെക്കും. എന്നിട്ട് കംപ്ലീറ്റ് ഡെലിവറി കൊടുക്കും, കൺഫേം കൊടുക്കും. അത്രേ ഉള്ളൂ. ആ ഡെലിവറി കംപ്ലീറ്റായി. എൻ്റെ ആക്ഷൻ പോയിൻ്റെ ചാർജ് തീർന്നു പോയി. സോ ഈ മൗണ്ട് ചെയ്ത് വെച്ച് കളി നടക്കില്ല. സോ ആ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ സോണിന് വെളിയിലാണ്. എൻ്റെ ഡാഷിങ്ങും കഴിഞ്ഞു. $16 കിട്ടി. നോട്ട് ബാഡ്. 13 പറഞ്ഞിരുന്നത്, പക്ഷെ 16 കിട്ടി. കുഴപ്പമില്ല, ഉള്ളതാവട്ടെ. ഞാൻ ഊബറും വീണ്ടും ഓണാക്കി ഇട്ടു. സാധാരണ ഞാൻ ഏതെങ്കിലും ഒരു ഡെലിവറി എടുക്കുമ്പം മറ്റേ ആപ്പ് ഓഫ്ലൈൻ പോകും, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഓർഡർ വന്നാൽ നടക്കുമല്ലോ. നമ്മൾ കുറേ ഓർഡർ എടുക്കാണ്ടിരുന്നാൽ നമുക്കത് നെഗ്ഗുമാണ്. ഇപ്പോൾ ഏതായാലും എൻ്റെ ചാർജും തീർന്നു. ഇനി ഓടിയിട്ടും വലിയ കാര്യമില്ല. സോ ഞാൻ എന്താണേലും ഇന്നത്തെ താൽക്കാലികമായിട്ട് നിർത്താമെന്ന് വെച്ചാൽ ഇന്ന് ശരിക്കും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. എങ്കിലും ഉള്ളതാവട്ടെ. അപ്പം see you some another day guys. Peace out. Bye. ഒരു 2 പട്ടിയും കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പം ബൈ.